രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. നവരാത്രിയുടെ ഈ ദിവ്യമായ വേള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നവോന്മേഷം പകർന്നു തരുന്നതാണ്. പ്രത്യേകിച്ചും ഈ വേളയിൽ നമ്മൾ നമ്മുടെ വീടും പണിയായുധങ്ങളും ഓഫീസുകളും പുസ്തകങ്ങളും വാഹനങ്ങളും എല്ലാം പൂജിക്കാറുണ്ട്. ഒരു ദിവസം അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം എല്ലാവരും എത്ര ഉന്മേഷോത്സാഹത്തോടെ അവരവരുടെ ഓഫീസാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത്, അതുവരെ നമ്മൾ ക്ലീനിങ്ങിൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അന്നത്തെ ദിവസം എല്ലാം ഏറ്റവും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവനകൾ പൂജയുടെ രൂപത്തിൽ സമർപ്പിക്കാറുണ്ട്. അന്ന് പൂജിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പൂജാരിമാരെ പ്രത്യേകിച്ച് വിളിക്കാറില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് ആ ഒരു പൂജാരി അവസ്ഥയിലേക്ക് ഉയരുകയാണ്. അപ്പം നമ്മളെല്ലാവരും അവനവൻ്റെ ഭാവനകളാൽ, നമ്മുടെ സങ്കല്പങ്ങളാൽ, നമ്മുടെ മനസ്സുകൊണ്ടുള്ള പൂജ, മാനസ പൂജയും പുഷ്പങ്ങൾക്കും മാലകൾക്കും ഒപ്പം തന്നെ യഥാർത്ഥമായ നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണം, ഭാവന, ഭഗവാനോടുള്ള നമ്മുടെ ഭാവനകൾ നമ്മൾ പൂക്കളായി സങ്കല്പങ്ങളായി സമർപ്പിക്കുന്നത് ആ ദിനം എല്ലാവരിലും ഒരു പ്രത്യേക ഉന്മേഷോത്സാഹവുമാണ് അല്ലേ? അപ്പം വീട് തന്നെ നമ്മൾ പൂജിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനു നമ്മളിത് ചെയ്യണം? ചിലർ ചോദിക്കും, വീടൊക്കെ നമ്മൾ ഒന്ന് അടിച്ചു തുടച്ചു പൂ വെച്ചു അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി ഇട്ട്, അതുകൊണ്ട് ഇപ്പം എന്താകാന്? പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാവനകൾ, ആ വീട് ക്ലീൻ ചെയ്യുക, അത് നമുക്ക് വർഷത്തിൽ ഒരു ദിവസം ചെയ്യാനുള്ള കാര്യമല്ല. പിന്നെയോ നമ്മളിരിക്കുന്ന വീട് നമുക്ക് ദിവസവും അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വൃത്തി, ക്ലീനിനെസ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊജക്റ്റ് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രൊജക്റ്റാണല്ലോ സ്വച്ഛ ഭാരത്. അപ്പോൾ ഭാരതം ശുദ്ധാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈ പ്രൊജക്റ്റിൽ ഏറ്റവും വലിയ ഇൻവോൾവ്മെൻറ്റ് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നത് എന്താണ്? ഏറ്റവും മിനിമം നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടെയെല്ലാം വൃത്തിയാക്കി വെക്കുക, വൃത്തികേടാക്കാതിരിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും വൃത്തികേടാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഈ സർവശ്രേഷ്ഠമായ പ്രൊജക്റ്റിൽ നമ്മുടെ ഏറ്റവും വലിയ യോഗദാനം അതാണ്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ അതാണ്, നമ്മുടെ പങ്കാളിത്തം അതാണ്. അപ്പം നമ്മുടെ വീട് നമ്മൾ പൂജ ചെയ്യുക. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം, നോക്കുമ്പോൾ നമ്മുടെ ഒരു ഭവനം എന്ന് പറയുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ, മെഷീനറീസ്, കറണ്ട്, എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. എത്ര വയറുകളാണ്, ലൈനുകളാണ് കറണ്ടിൻ്റെ പോണേ, ഗ്യാസ്, വളരെയധികം ഉപകരണങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഗ്യാസ് സിലിണ്ടറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, ബോംബിന് സമാനമായ സാധനം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം. ഇലക്ട്രിസിറ്റി നമുക്കറിയാം, അത് നമുക്ക് സുഖവും കിട്ടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായാൽ എത്ര വലിയ അപകടത്തിനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതെല്ലാം ചേർന്ന് നമ്മൾ നിത്യേന ആ ഭവനത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്, നമ്മൾ ആ ഭവനത്തിൻ്റെ സുഖം എടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ആ ഭവനം നമുക്ക് എല്ലായ്പ്പോഴും സുഖം തരികയാണ്. വെയിലിൽ നിന്നും മഞ്ഞിൽ നിന്നും മഴയിൽ നിന്നും എല്ലാം നമ്മളെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭവനം നമുക്ക് വേണ്ടി ഇത്രയധികം സംരക്ഷണം നൽകുന്ന ആ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യവ്യവഹാരങ്ങളും എപ്പോഴും സുരക്ഷിതമായും സുഖമായും
സന്തോഷമായും സമാധാനപൂർവമായും ജീവിക്കുന്ന നമ്മുടെ ആ ജീവിതത്തിന് നമുക്ക് നൽകുന്ന ഉപകാരത്തിനുള്ള നമ്മുടെ ആ ഒരു കൃതാർത്ഥ മനസ്സ്, കൃതജ്ഞതയുടെ മനസ്സ്, ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മൾ പൂജാവേളയിൽ. നമുക്ക് കിട്ടുന്ന സുരക്ഷയ്ക്കുള്ള നന്ദി. ഈ നന്ദി പ്രകാശനം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം ക്ലീൻലിനെസ് ആണ്. പറയാറുണ്ടല്ലോ, എവിടെ ശുദ്ധിയുണ്ടോ വൃത്തിയുണ്ടോ അവിടെ തീർച്ചയായും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെച്ചാൽ തന്നെ ശുദ്ധി ഉണ്ടാവും. ആ ശുദ്ധിയുള്ളിടത്ത് തീർച്ചയായും ഭഗവത് സാന്നിധ്യം, അവിടെ ലക്ഷ്മി ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും, സമ്പത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ നോക്കിയ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ശുദ്ധിയുടെ തരംഗങ്ങൾ തന്നെ നമുക്ക് ജീവിക്കാനുള്ള സ്ഥൂലമായ സമ്പത്ത് പോലും, പൈസയ്ക്ക് പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വൃത്തിയുള്ള അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അത് നമുക്കും വേണം, നമ്മുടെ മക്കൾക്കും വേണം. നമുക്ക് പൂജാവേളയിൽ മാത്രമല്ല, എല്ലാ ദിവസവും വേണം. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പോലും കുട്ടിക്കാലം മുതൽ നമ്മുടെ വീടും പരിസരവും സാധനങ്ങളും എല്ലാം അടുക്കും ചിട്ടയോടും വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ഡ്രസ്സാണെങ്കിലും അഴുക്ക് പിടിച്ച ഡ്രസ്സ് എവിടെ കൊണ്ടുവയ്ക്കണം, നമ്മൾ അലക്കിയ വസ്ത്രങ്ങളാണെങ്കിൽ അതും മടക്കി എവിടെ കൊണ്ടുവയ്ക്കണം. അല്ലാതെ സ്കൂളിൽ പോയി കയറി വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയി വന്നു, അഴുക്ക് ഡ്രസ്സ് അടിച്ചു, അവിടെ കസേരയിലേക്ക് എറിഞ്ഞു, സോഫയിലേക്ക് എറിഞ്ഞു, എവിടെ നിൽക്കുന്നോ എവിടെ തോന്നുന്നോ അവിടേക്കൊക്കെ വലിച്ചെറിയുക. സോക്സ് ഒരു സ്ഥലത്ത് വലിച്ചെറിയുക, ഷൂസ് വേറൊരു സ്ഥലത്ത് വലിച്ചെറിയുക. ഇങ്ങനെ ഒരിക്കലും നമ്മൾ പഠിപ്പിക്കരുത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പഴിച്ച് 2 ചെരുപ്പും ഒരുമിച്ച് അവർ വെക്കട്ടെ. നമ്മളെടുത്ത് വെക്കുകയല്ല, അവരെ കൊണ്ട് തന്നെ വെപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ആ ഷൂസിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ സോക്സ് വെക്കാൻ പഠിപ്പിക്കണം. 2 ചെരുപ്പ്, ഒരു ചെരുപ്പ് അവിടെ ഒരു ചെരുപ്പ് ഇവിടെയല്ല, രണ്ടും ഒരുമിച്ച് വൃത്തിയായി വീടിൻ്റെ മുന്നിൽ അടുക്കി വെക്കാൻ. ആര് കയറി വന്നാലും നമ്മൾ ആ ചെരുപ്പ് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളുടെ ചെരുപ്പ് ലൈനായിട്ട് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ആ ഭവനത്തിനുള്ളിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ അവിടുന്ന് തുടങ്ങാൻ. അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നമുക്കും ഉണ്ടാകണം, നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ പിന്നാലെ നമ്മൾ പോയി അവരുടെ പുസ്തകം പെറുക്കാനും പേന പെറുക്കാനും ബാഗ് പെറുക്കാനും കുട്ടിക്കാലം മുതൽ അവർ സ്കൂളിൽ പോകുന്ന ദിവസം മുതൽ നമുക്ക് അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു ദിവസം 2 ദിവസം മാത്രമേ നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 3-ാമത്തെ ദിവസം മുതൽ അവർ തന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കടമയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളൂ. അതിന് നമുക്ക് മുതിർന്നവർക്ക് അങ്ങനെയുള്ള ചിട്ടയുള്ളൊരു ജീവിതശൈലി, വൃത്തിയുള്ളൊരു ജീവിതശൈലി നമുക്കുണ്ടാകണം. അതാണ് ഈ പൂജ വേള നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം. അങ്ങനെ വീടുകളിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെവിടെ പോയാലും, നാളെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോയാലും അവർക്ക് അടുക്കും ചിട്ടയുണ്ടോ, മറ്റൊരു വീട്ടിൽ പോയാലും ആ വൃത്തിയുള്ള ഒരു ജീവിതം അവർ ജീവിക്കും. ഒരു ഹോസ്റ്റലിൽ പോയാലും അവർ ആ വൃത്തിയോടെ ജീവിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ലൈഫ്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടാണ് അല്ലെങ്കിൽ റൂമാണ്. ബാച്ചിലേഴ്സിന് താമസിക്കാൻ സ്ഥലം പോലും കൊടുക്കില്ല ആൾക്കാർ. എന്താ കാരണം? വൃത്തികേടാക്കിയിടും. അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് താമസിക്കാൻ വീടേ കൊടുക്കില്ല, വാടകയ്ക്ക് പോലും വൃത്തികേടാക്കിയിടും. ആ വൃത്തികേടാക്കുന്നവരാണ് എന്ന് നമ്മളെക്കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയരുത്. ഇവർക്ക് കൊടുത്ത ഏറ്റവും വൃത്തിയാക്കി വെക്കും, ഏറ്റവും നീറ്റാക്കി വെക്കും. അങ്ങനെ ഒരു മനോഭാവം നമ്മളെ പ്രതി എല്ലാവർക്കും ഉണ്ടാകണം. അത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട ശീലമാണ്. ഓഫീസ് പൂജിക്കുക എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? നമ്മളിരുന്ന് പണിയെടുക്കുന്ന സ്ഥലമാണ്. നമ്മളവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് അറ്റ്മോസ്ഫിയർ, നമുക്കൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണമല്ലോ ആദ്യം. അത് നമുക്ക് ഈ നവരാത്രിക്ക് ദിവസം, പൂജാ ദിവസം മാത്രമല്ല, നമ്മൾ ദിവസവും രാവിലെ എവിടെയാണോ ഇരുന്ന് വർക്ക് ചെയ്യണേ ആ സ്ഥലത്തെ സാധനങ്ങൾ അടുക്കും ചിട്ടയോടെ ഇരുന്നാൽ തന്നെ നമുക്ക് സാധനങ്ങൾ വേഗം എടുക്കാൻ പറ്റും. വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിക്കുന്നതിൽ ഈ അറ്റ്മോസ്ഫിയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ക്ലീൻ ചെയ്ത്
എല്ലായിടും ഒരു ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ച് അതിൻ്റെ ഒരു സുഗന്ധമൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ എബിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ തീർച്ചയായും ആ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, പോസിറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ആ ഒരു അന്തരീക്ഷം നമ്മൾ നമ്മുടെ ഓഫീസിലും സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഉൾപ്പെടെ പൂജിക്കണം നമുക്ക് കാണാം. പേന എന്തൊക്കെ ഉപയോഗിക്കുന്നോ അവരവരുടെ എല്ലാ പണിയായുധങ്ങളും. ഇപ്പോൾ സാധാരണ കൂലിപ്പണിക്കാരാണെങ്കിൽ അവരുടെ പണിയായുധങ്ങൾ എന്താണ്? അവരുപയോഗിക്കുന്ന എന്താ പറയുക, മണ്ണ് വെട്ടുന്ന സാധനങ്ങളാകട്ടെ, കുഴി മാന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പിക്കാസാകട്ടെ, അല്ലെങ്കിൽ മഴുവാകട്ടെ, അവരുപയോഗിക്കുന്ന കൊടുവാളാകട്ടെ, അവരുടെ പണിയായുധങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം അവർ പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് അന്നം തരുന്ന എല്ലാറ്റിനോടും, അതിന് നമ്മളെ സഹായിക്കുന്ന എല്ലാറ്റിനോടുമുള്ള നമ്മുടെ സമർപ്പണ മനോഭാവവും നമ്മുടെ കൃതജ്ഞതയും. ഓഫീസിൽ തന്നെ നോക്കൂ, ഒരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എത്ര പേരാണ് ഓഫീസിൽ വരുന്നത്? പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നുകിൽ ആൾക്കാർ വരും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പല സാധനങ്ങളും നാടിൻ്റെ, ഒന്നുകിൽ ചിലത് ഫാക്ടറീസാണ്, പ്രോഡക്ട്സ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ചില സ്ഥാപനങ്ങൾ സേവനങ്ങൾ കൊടുക്കും. ഒന്നുകിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നവർ അല്ലെങ്കിൽ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന സ്ഥാനങ്ങളാണ് കൂടുതലും ഓഫീസുകളിൽ. അപ്പം ഈ രണ്ട് തരത്തിലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉള്ള ദാനം, സേവനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാകട്ടെ, സേവനങ്ങൾ വഴിയുള്ള ദാനം കൊടുക്കുന്ന സ്ഥാനങ്ങളാകട്ടെ, അവിടെയെല്ലാം നമ്മൾ സേവിക്കുന്നത് നമ്മുടെ തന്നെ സഹോദരങ്ങളെയാണ്. എന്ത് സാധനങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നോ ആ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹമാണ്. ഭഗവാന്റെ മക്കള് നമ്മുടെ എല്ലാം സഹോദരങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് നമ്മൾ ചെയ്യുന്നോ, നമ്മുടെ ഓരോ കർമ്മവും, നമ്മൾ പറയാറുണ്ടല്ലോ മാനവസേവ മാധവസേവ. അപ്പം മനുഷ്യന് വേണ്ടി, നമ്മുടെ തന്നെ സമൂഹത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ ഫാക്ടറിയിൽ, ആ ഓഫീസിൽ എന്തെല്ലാം സേവനങ്ങൾ നടക്കുന്നോ അതിൻ്റെ ലാഭം എത്ര പേരുടെ അടുത്തേക്ക് എത്തുന്നോ അത് നമ്മൾ നല്ല മനസ്സോടെ, നല്ല വിചാരത്തോടു കൂടി, ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുന്ന കർമ്മം. ഇപ്പോൾ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന ഫാക്ടറി തന്നെ ആയിക്കോട്ടെ, മരുന്നുണ്ടാക്കുന്ന ഒരു ഫാക്ടറി, മരുന്ന് എത്ര രോഗികൾ ഉപയോഗിക്കുന്നതാ. അപ്പം നമ്മൾ ആ മരുന്നുണ്ടാക്കുന്ന സമയം മുതൽ, ഇത് പൂജ ദിവസം മാത്രമല്ല, നമ്മൾ ആ മരുന്നുണ്ടാക്കുന്ന സമയം മുതൽ നമ്മുടെ വിചാരങ്ങൾ, ഓരോരുത്തരും ആ കമ്പനിയിൽ എത്ര പേര് ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു, ഓരോരുത്തരുടെയും മനസ്സിൽ നല്ല വിചാരങ്ങൾ, ഭഗവാനെ ഈ മരുന്ന് കഴിച്ചിട്ട് എല്ലാവരുടെയും അസുഖം വേഗം മാറട്ടെ, ആർക്കാർക്ക് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നോ അതിലൂടെ അവർക്ക് എല്ലാവർക്കും ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ, എല്ലാവരുടെയും എല്ലാ വേദനകളും കഷ്ടതകളും മാറട്ടെ. അങ്ങനെ നല്ല വിചാരങ്ങളോടുകൂടി ഭഗവാന്റെ ശക്തി ഈ മരുന്നിൽ നിറയട്ടെ. ഈശ്വരീയ ശക്തി, ഭഗവാനാണ് സുപ്രീം സർജൻ, വൈദ്യനാഥനാണ്. വൈദ്യനാഥന്റെ കരങ്ങൾ ഇതിലൂടെ പ്രവർത്തിക്കട്ടെ. എല്ലാവരുടെയും ശരീരത്തിനും മനസ്സിനും ഇതിലൂടെ ആരോഗ്യം ഉണ്ടാകട്ടെ, ശക്തി കിട്ടട്ടെ, എല്ലാവരുടെയും വേദന നീങ്ങട്ടെ. ഇങ്ങനെയുള്ള നല്ല വിചാരങ്ങൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോൾ തന്നെ എന്തായി, അത് ഏറ്റവും വലിയ പൂജയാണ്. പൂജാ ദിവസം നമ്മൾ ഓഫീസും സാധനങ്ങളും മെഷീനറികളും മെഷീൻസും എല്ലാം പൂജിക്കും. പക്ഷെ മനസ്സിൻ്റെ ഈ പൂജ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, നമ്മുടെ ഈ സേവനങ്ങൾ ആർക്കാർക്ക് കിട്ടണമെന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ സർവരേ പ്രതിയും നമ്മുടെ ഉള്ളിലെ മംഗളഭാവനകൾ, ശുഭഭാവനകൾ, ഗുഡ് വിഷസ് ആൻഡ് ഗുഡ് ഫീലിങ്സ്, നല്ല വിചാരങ്ങൾ, നല്ല ശുഭമായ വിചാരങ്ങൾ, ശുഭപ്രതീക്ഷകളോടുകൂടി നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ വൈകുന്നേരം വരെ നമ്മൾ പണിയെടുത്താലും നമുക്ക് ക്ഷീണം തോന്നില്ല. കാരണം ശ്രേഷ്ഠ വിചാരങ്ങളോടുകൂടി ആ ശ്രേഷ്ഠ വിചാരങ്ങളാകുന്ന മാനസ പൂജ നമുക്ക് നിത്യേന നടത്താൻ കഴിയും. അപ്പോൾ ഈ നവരാത്രിക്ക് നമ്മളെ പൂജ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ് ശരിക്കും? നമ്മുടെ എല്ലാ ദിവസവും, ഇപ്പം എല്ലാ ദിവസവും നമ്മൾ മെഷീനുകൾക്കോ ഫാക്ടറിക്കോ വീടിനോ ആരതി കാണിക്കുകയോ പൂക്കൾ അർപ്പിക്കുകയോ അല്ലെ ചന്ദനം ചേർത്തലോ ചെയ്യുന്നില്ല. അതെല്ലാം നമ്മൾ പ്രതീകാത്മകമായിട്ട് വർഷത്തിൽ ഒരിക്കലേ ചെയ്യുന്നുള്ളൂ. പക്ഷെ മനസ്സിൻ്റെ പൂജ, നമ്മുടെ ശ്രേഷ്ഠ വിചാരങ്ങളുടെ സമർപ്പണം, ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്തൂടെ? ആലോചിച്ച് നോക്കൂ.
ഇപ്പോൾ ഒരു ഫാക്ടറി തന്നെ എത്ര മെഷീൻസാണ് ഉപയോഗിക്കണം, അതിലെത്ര അപകടങ്ങളുള്ളതുണ്ട്. ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും അളവ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ എത്ര തരത്തിലുള്ള പൊട്ടിത്തെറികളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്തെല്ലാം അപകടകരമായ മെഷീനറീസാണ് ഓരോരുത്തർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ല, ഇപ്പം ഗ്യാസ് കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിഞ്ഞൂടെ എത്ര അപകടകരമായ ഒരു സിറ്റുവേഷനാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷെ എന്നിട്ടും അവിടെ വർക്ക് ചെയ്യല്ലേ. മനസ്സിൽ ഒരേ ഒരാളുടെ മേലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സേവനങ്ങൾ അവിടെ ചെയ്യാണ്. അപ്പം അവിടെയെല്ലാം നമ്മുടെ സേഫ്റ്റി, സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തന്നെ ശുഭഭാവനകളാണ്, നമ്മുടെ തന്നെ ശ്രേഷ്ഠ വിചാരങ്ങളാണ്. അവിടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നുണ്ടത് ശുഭവിചാരങ്ങളാകുന്ന പുഷ്പങ്ങളായിരിക്കണം. ഒരിക്കലും നെഗറ്റീവ് വിചാരം വരരുത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അയ്യോ ഗ്യാസ് പൊട്ടിത്തെറിക്കോ, എന്തെങ്കിലും അപകടം ഉണ്ടാവോ. നെഗറ്റീവ് വിചാരങ്ങൾ ഒരിക്കലും കൊണ്ടുവരരുത്. പോസിറ്റീവ് വിചാരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പുഷ്പങ്ങൾ. ആ ശുഭവിചാരങ്ങളുടെ പുഷ്പങ്ങൾ മനസ്സ് പൂജയാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും നിത്യേന നമ്മൾ ഓരോ ജോലികളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സും ശാന്തമായിരിക്കും, മനസ്സ് സ്വസ്ഥായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വളരെയധികം കർമ്മങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് ആർക്കൊക്കെ കിട്ടണോ അവർക്ക് നല്ല സുഖം ഉണ്ടാവും ഇല്ലേ? വാഹനം എന്തിനാ പൂജിക്കണം? ഇപ്പോൾ ഒരു വാഹനം നമ്മൾ ദിവസവും എടുത്ത്, ഇപ്പോൾ ഒരു സാധാരണ ഡ്രൈവർമാരൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടി എടുക്കുന്നതിന് മുമ്പ് അതെല്ലാം കഴുകി വൃത്തിയാക്കി അതെല്ലാം തയ്യാറാക്കി പിന്നാണ് പെട്രോൾ അടിക്കാൻ പോലും കൊണ്ടുപോകണേ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം ക്ലീൻ ചെയ്യുക. ചിലരെ കണ്ടിട്ടില്ലേ, വണ്ടി ഉപയോഗിക്കും പക്ഷെ ക്ലീനിങ്ങേ ചെയ്യില്ല. നമുക്ക് ചിലർക്ക് ആ വണ്ടിയിൽ കയറാൻ തന്നെ നമുക്ക് മടി തോന്നും, അത്ര അഴുക്കും ദുർഗന്ധവുമായിരിക്കും. ഉപയോഗിക്കും പക്ഷെ അതിനെ വൃത്തിയാക്കി വെക്കില്ല. അപ്പോൾ വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ശരിക്കും ഈ വാഹനവും ഓഫീസും എല്ലാം നമ്മളെ പൂജിക്കാൻ പഠിപ്പിക്കുന്ന ഈ സംസ്കാരം ശരിക്കും ഒരു ക്ലീൻലിനെസ്സിൻ്റെ സംസ്കാരം, പ്രധാനമായിട്ടും ആ ക്ലീൻലിനെസ്സിൻ്റെ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടാമത്തത് നന്ദിയുടെ സംസ്കാരം. ഇതെല്ലാം നമ്മളെ ഇത്രയും ഉപയോഗിക്കുന്നുണ്ട്, അവയോട് ഉള്ള നന്ദി പ്രകാശിപ്പിക്കൂ. ഭാവന നമ്മളെ ശ്രേഷ്ഠാക്കി വയ്ക്കൂ. എപ്പോഴും കൃതജ്ഞത ഉള്ളവരായിട്ടിരിക്കും. അപ്പോൾ വണ്ടി ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? നമുക്കല്ലേ? അല്ലെ, യാത്ര ചെയ്യുമ്പോൾ എത്ര പൊടി അഴുക്ക് എത്ര പേര് ഉപയോഗിക്കുന്നതാ? ഇത്രയും ശ്വാസത്തിൻ്റെ എല്ലാം അഴുക്കുകളും വണ്ടിയിലല്ലേ? അപ്പം നമ്മളതിനെ ദിവസവും വൃത്തിയാക്കി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് പൊടി തട്ടി വൃത്തിയാക്കി വെച്ചാൽ എന്താ, നമുക്കും ആരോഗ്യം ഉണ്ടാവും, ആ വണ്ടിയും അതിൻ്റെയും ആയുസ് കൂടും. അത് തുരുമ്പെടുക്കാതെ കേടുവരാതെ, കാരണം നമുക്ക് വേണ്ടി ഇത്രയും സേവനം ചെയ്യുന്നതല്ലേ. ഒരിക്കലൊരു സഹോദരൻ പറയുകയുണ്ടായി, സിസ്റ്ററെ ഇത്രയും വർഷമായിട്ട് ഞാൻ 10-20 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്, ഈ വണ്ടി എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. വണ്ടി ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കൊരു അപകടവും ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം പറയാണ്, സിസ്റ്റർ ഇതിൽ പെട്രോള്, ഈ 2 വീലർ പെട്രോള് തന്നെ ഓഫാകണത്, പെട്രോൾ ഇല്ലാണ്ടായി എനിക്ക് ഒരിക്കൽ പോലും ഒരു പമ്പിലേക്ക് ഉരുട്ടേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടില്ല. അഥവാ പെട്രോൾ തീരുകയാണെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിന്റെ അവിടെ എത്തുമ്പോഴായിരിക്കും വണ്ടി നിന്ന് പോകുള്ളൂ. അപ്പൊ എന്താണ്? അപ്പൊ ആ വാഹനം പോലും നമ്മളതിനെ സ്നേഹത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ആ വാഹനം എന്ന് പറഞ്ഞാൽ അതിന് ജീവനൊന്നുമില്ല, അതൊരു വസ്തു, ജഡവസ്തുവാണെങ്കിൽ പോലും, തത്വനിർമ്മിതമാണെങ്കിൽ പോലും നമ്മുടെ വൈബ്രേഷൻസ് അതിനെ ഫീൽ ചെയ്യും. നമ്മളതിനെ, ഇപ്പം ചിലർ കണ്ടിട്ടില്ലേ, സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളല്ലാതെ വേറൊരാളാണ് ആ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കാണും ചിലർക്ക്. ആ ആൾ വന്ന് ഓണർ വന്ന് കീ ഇടുമ്പോൾ, ഡെയിലി ഉപയോഗിക്കുന്ന ആൾ വന്ന് കീ ഇടുമ്പോൾ അത് ഈസി ആയിട്ട് സ്റ്റാർട്ട് ആവണമെന്ന് നമുക്ക് കാണാം. അപ്പം ആ ആളുമായിട്ടത് വഴങ്ങുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ്രേഷൻ സെറ്റ് ആക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളതിനെ സ്നേഹത്തോടെ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത്, അതൊരു വസ്തുവാണെങ്കിൽ, ഒരു വണ്ടിയല്ലേ, ഒരു ജഡവസ്തുവാണെങ്കിൽ പോലും അതിനെ പ്രതിയുള്ള നമ്മുടെ ശ്രേഷ്ഠ ഭാവനകൾ അതും നമുക്ക് തിരിച്ച് അതും നമുക്ക് റിട്ടേൺ തരും. അത് നമ്മളെ ഒരിക്കലും ചതിക്കില്ല. അത് നമുക്ക് ഉപകാരിയായിട്ട് അവസാനം വരെ നമുക്ക് സഹയോഗിയായിട്ട് തന്നെ ഇരിക്കും. ഒരു വാഹനം എടുത്ത് നമ്മൾ പുറപ്പെടുമ്പോൾ വാഹനത്തെ നമ്മൾ പൂജ ദിവസം നമ്മൾ ആരതി കാണിക്കും. പക്ഷേ
ആ ആരതി, ആ വെളിച്ചം എല്ലാ ദിവസവും വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ കൂടെ വേണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മൾ മൗന പ്രാർത്ഥന ചെയ്തിട്ട്, ഭഗവാനെ, എവിടേക്ക് പോവുകയാണെങ്കിലും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, അങ്ങിരുന്ന് ഡ്രൈവ് ചെയ്തോളൂ, അങ്ങാണ് എൻ്റെ സാരഥി, ഞാൻ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങയുടെ ശക്തിയാണ് പ്രവർത്തിപ്പിക്കണത്, എനിക്കിവിടേക്കാണ്, ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, സുരക്ഷിതമായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കണം. നമ്മളാളെ സർവശക്തിവാനെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയിട്ട് ഒരേ ഒരു നിമിഷം, കൂടുതൽ സമയമൊന്നും വേണ്ട, മനസ്സുകൊണ്ടൊരു നല്ല ശുഭസങ്കല്പം വെച്ച് ആ സർവശക്തിവാൻ നമുക്ക് ചുറ്റും ഈശ്വരീയ ശക്തിയുടെ ആ കിരണങ്ങളുണ്ട്, നമ്മളോടൊപ്പം ഡ്രൈവിംഗ് സീറ്റിലുണ്ട്, വണ്ടിക്ക് ചുറ്റും സർവേശ്വരൻ്റെ ആ കിരണങ്ങൾ കൊടുത്തിട്ട് ഭഗവാന്റെ 1000 കരങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ പോണത്. ആ സങ്കല്പത്തോടു കൂടി നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുക. എവിടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയോ, എത്തിച്ചേർന്നതിന് ശേഷം വണ്ടി വെച്ച് വണ്ടി ഓഫ് ചെയ്ത് കീ എടുക്കുന്നതിന് മുമ്പ് വീണ്ടും നന്ദിയോടെ സ്മരിക്കുക. ഒരേ ഒരു നിമിഷം, ഭഗവാനെ സുരക്ഷിതമായിട്ട് എന്നെ എത്തിച്ചു. ആ വണ്ടിയും അതേപോലെ സർവശക്തിവാനും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് ഏത് ഓഫീസിലേക്കാണോ അല്ലെ ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമുക്ക് കയറിപ്പോവാം. ഇപ്രകാരം ഒരു മനസ്സ് പൂജ നമുക്ക് എല്ലാ ദിവസവും വേണം. അതാണ് നവരാത്രിയുടെ ഈ പൂജയിലൂടെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു മനസ്സ് പൂജയുടെ സംസ്കാരം എല്ലാ ദിനങ്ങളിലും ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒരു കർഷകൻ അല്ലെങ്കിൽ പണിയായുധങ്ങൾ പണിയെടുക്കുന്ന എല്ലാവരും തങ്ങളുടെ എല്ലാ ആയുധങ്ങളും വെച്ച് പൂജിക്കാറുണ്ട്. എന്താ കാര്യം? ആ ആയുധങ്ങൾ കൊണ്ട് പണിയെടുത്തിട്ടാണ് ഉപജീവനം നടക്കുന്നത്. അവരാണ് ഭക്ഷണം കഴിക്കാൻ തരുന്നത്. അപ്പോൾ അന്നം തരുന്ന ആ ഉപകരണങ്ങളോടെല്ലാം നമ്മൾ നമ്മുടെ ഭാവനകൾ, നമ്മുടെ ബഹുമാനം, നമ്മുടെ ആദരവ് സമർപ്പിക്കുകയാണ്. ഇപ്പം ഉപയോഗിക്കുന്ന ഒരു കൊടുവാളോ അല്ലെങ്കിൽ ഒരു പിക്കാസോ ഏതെങ്കിലും ഒന്ന് ലക്ഷ്യം തെറ്റി നമ്മുടെ കയ്യിലോ കാലിലോ വന്ന് കൊണ്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കൊണ്ടുവന്നിരിക്കട്ടെ, അപകടം ഉണ്ടായെന്നിരിക്കട്ടെ, എത്ര വിഷമാണ്, എത്ര പൈസയുടെ ചെലവാണ്, എന്തെല്ലാം ശരീരത്തിന് അംഗവൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും അത് നിമിത്തം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പം ഈ അപകടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുരക്ഷിതമായി ജീവിതയാത്ര ചെയ്യാൻ ഇവയെല്ലാം നമ്മളെ ഇത്രയും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂജാവേളയിൽ നമുക്ക് ഉണ്ടാകേണ്ട അവബോധം, അത് പുസ്തകങ്ങൾ പൂജ വയ്ക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അറിവും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ വക്കീലായാലും ഡോക്ടറാകാനാണെങ്കിൽ എഞ്ചിനീയർ ആകാൻ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അവയെല്ലാം സതുപയോഗമേ ചെയ്യാവൂ. ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ നമ്മൾ പഠിച്ച അറിവുകളെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ആ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു സമർപ്പണമാണ് പുസ്തക പൂജ സമയത്ത് നമ്മൾ ചെയ്യണത്. അറിവ് തന്ന അറിവിൻ്റെ മുഴുവൻ സാഗരമായ സർവേശ്വരനെ നന്ദിയോടെ സ്മരിക്കുക. ഈ ഒരു വേള നവരാത്രിയുടെ ഈ പുണ്യം നിറഞ്ഞ നാളുകളിൽ നമുക്കെല്ലാവർക്കും ധാരാളം പാഠങ്ങൾ പഠിക്കാൻ കിട്ടുകയാണ്. ജീവിതയാത്ര മുഴുവൻ നമുക്ക് ഈ പൂജ തുടർന്നുകൊണ്ട് പോകാൻ നമ്മൾ 9 ദിവസം ചെയ്യുന്നത് പോലെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളോ പുഷ്പങ്ങളോ ആരതികളോ ഇത്രയും സൗകര്യങ്ങളോ കീർത്തനങ്ങളോ എല്ലാറ്റിനും നമുക്ക് സമയമില്ലെങ്കിലും ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാവനകളും നമ്മുടെ ചിന്താഗതികളും നമുക്ക് ചിട്ടപ്പെടുത്തി നല്ലൊരു ചിട്ടയുള്ള ജീവിതം, ഡിസിപ്ലിൻഡ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ നവരാത്രിയിൽ ഒരു നല്ല തീരുമാനം എടുക്കാം.